ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെയും നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല. ഓഗസ്റ്റ് എന്നും സെപ്റ്റംബർ എന്നും ഒക്ടോബർ എന്നും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നു. പക്ഷെ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും സീസൺ 7 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡേറ്റ് അറിയില്ല എങ്കിൽ കൂടി ഈ സീസണിൽ വരാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കാം? ഒരുപാട് പേരുകൾ എല്ലായ്പ്പോഴും എന്നതുപോലെ ഈ സീസണിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ സമയത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നുണ്ടാവുന്ന വിവാദങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്റ്റീവായിട്ട് വരുന്ന ആൾക്കാർ, പെട്ടെന്ന് ഇന്റർവ്യൂകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ, ബിഗ് ബോസ് ടൈമിൽ നമ്മൾ സാധാരണ കാണാതെ ബിഗ് ബോസ് ടൈമിൽ മാത്രം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം ബിഗ് ബോസ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ബിഗ് ബോസിൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചില സാധ്യതകൾ വെച്ചിട്ട് ജാസിൽ ജാസി ഈ കക്ഷി ഇദ്ദേഹം ചിലപ്പോൾ ബിഗ് ബോസിൽ മേ ബി വന്നേക്കാം സീസൺ 7. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ പുള്ളിയുടെയും ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരു ബിഗ് ബോസ് മോഹിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീസൺ 7 ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്ന 2 പേരാണ് നോറയും ആദിലയും. ചിലപ്പോൾ ഇവർ ഒന്നിച്ച് വരാം, ഇവരിൽ ഒരാൾ വരാം, മേ ബി ആരും വരാതിരിക്കാം. ജസ്റ്റ് പോസിബിലിറ്റി ആണ്. നോറയും ആദിലയും ചിലപ്പോൾ സീസൺ 7 വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇവരെയൊക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് വിവാദങ്ങളും ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ നിന്ന് ഇവർക്ക് കോൾ ഉണ്ടായിരുന്നു എന്ന് ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഇടയ്ക്ക് വന്നിരുന്നു. ആ ടൈമിൽ പക്ഷേ ഇവർക്ക് പോകാൻ പറ്റിയിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ ഈ ടൈമിൽ ഈ സീസൺ 7 ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രേണുസുതി ബിഗ് ബോസിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമാണ്, ആഗ്രഹമാണെന്നൊന്നും പറഞ്ഞായിട്ട് കണ്ടില്ല. പക്ഷേ രേണുസുതി ബിഗ് ബോസ് മലയാളത്തിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രം ഷെയർ ചെയ്യുവാണ്. റീസെൻ്റ് ആയിട്ടുണ്ടായ വിവാദങ്ങളും അങ്ങനെ ഒരു അഭിപ്രായം തോന്നാൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ സീസൺ 7 വരാൻ സാധ്യതയുള്ള മറ്റൊരാൾ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടാണ്. മൂപ്പര് കഴിഞ്ഞ സീസണിലും ഒക്കെ പുള്ളിയുടെ പേര് നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞ പേരുകളാണ്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിലൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പുള്ളിക്കാരൻ വരാൻ സാധ്യത കാണുന്നുണ്ട്. പുള്ളിക്ക് ബിഗ് ബോസിൽ വരാനുള്ള ചെറിയ താല്പര്യമൊക്കെ ഉള്ളതായിട്ട് മുൻകാലങ്ങളിൽ ചില പ്രതികരണങ്ങളിലൊക്കെ പുള്ളി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ആങ്കറൊക്കെ ആയിട്ടുള്ള റോഹൻ ചിലപ്പോൾ ബിഗ് ബോസിൽ മേ ബി സീസൺ 7 വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. റോഹൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വെച്ചിട്ടല്ല, മേ ബി ദർ ഇസ് എ ചാൻസ് എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ പുള്ളി വന്നേക്കാം. കാരണം വളരെ നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. ഇന്റർവ്യൂസിലൂടെയാണ് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ സീസൺ 7 ഇദ്ദേഹം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വിദൂര സാധ്യത ഉള്ളൊരു ആളാണ്, വരാൻ സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിത്ത്. ഒരു ചെറിയ സാധ്യതയാണ്. എന്ന് വെച്ചാൽ സുജിത്ത് നമുക്കറിയാമല്ലോ, വിവാദങ്ങളുടെയൊക്കെ ഒരു നായകനാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് വിവാദങ്ങളിലൂടെയുള്ള ഒരു ഷോ ആയതുകൊണ്ട് ചില ചെറിയ സാധ്യതകൾ പുള്ളി വരാനും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അജ്മൽ എല്ലാവർക്കും അറിയാം. ഈ ഹിപ്നോട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഈ മെന്റലിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കോണ്ടന്റുകളൊക്കെ ചെയ്യുന്നൊരു ആളാണ് ഈ അജ്മൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അജ്മലും തീർച്ചയായിട്ടും സീസൺ 7 ഒരു പോസിബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. നമുക്ക് നോക്കാം. പിന്നെ ഒരു പക്ഷേ അതുപോലെ തന്നെ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള ഒരു പേരാണ് പ്രണവ് കൊച്ചു. പ്രണവിനെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്ന 2 പേരാണ്, ബ്രദേഴ്സാണ്. പിന്നീട് കുറേ ഇഷ്യൂസൊക്കെ അവർക്കിടയിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചെറിയൊരു സാധ്യതയുണ്ട് പ്രണവ് കൊച്ചു. ഉറപ്പൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ഒരു എന്താ പറയുക, ഇടപെടലുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പേരുകളാണ്. ഇതാരും ഈ പറഞ്ഞ പേരുകളൊന്നും അങ്ങനെ കൺഫേം ഒന്നും അല്ല. മേ ബി ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരാളെങ്കിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന പേരുകൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. വേറെയും കുറേ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയുള്ള വീഡിയോകളുടെ ഇടയ്ക്കൊക്കെ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് പോവാം. സോ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ വന്നാൽ നന്നായിരിക്കും, ഈ ആൾ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യൂ കമൻറ്റ് ബോക്സിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.